ഗോഡ് ഓഫ് ഷിനോബിയുടെ ശരീരത്തിൽ നിന്ന് ജീവന്റെ കഷ്ണങ്ങൾ ശക്തിയുടെ മൂർധന്യാവസ്ഥയിലെത്തി. രാഷ്ട്രങ്ങൾ ഭയപ്പെടുന്ന, ഭ്രാന്തന്മാർ കൊതിക്കുന്ന ഹാഷിറാമയുടെ വിലക്കപ്പെട്ട സമ്മാനമായി അത് മാറി. അതെ, സെഞ്ചുവിന്റെ തന്നെ രക്തമായ അസുരയുടെ ഇച്ഛാശക്തിയായ, അവന്റെ ഒരു തുള്ളി മാംസത്തിന് പോലും വിധിയെ മാറ്റി എഴുതുവാൻ കഴിയുന്നവനായ ഒന്നാമത്തെ ഹോക്കാഗെയുടെ ഒരു അവശിഷ്ടം. സ്വർണത്തേക്കാൾ വിലപ്പെട്ടതും ഏതൊരു ആയുധത്തെക്കാളും മാരകവുമാണിത്. അവയുപയോഗിക്കുന്നവർ മനുഷ്യരിലും രാക്ഷസനിലും ഇടയിലുള്ള രേഖ തന്നെ മറികടക്കുന്നു. മാദ്രയുടെ റിനഗൻ മുതൽ ഒബീറ്റോയുടെ പുനരുദ്ധാനം വരെ എല്ലാം ഈ ഒരു ദൈവത്തിന്റെ കോശങ്ങളുടെ ശക്തിക്ക് മുന്നിൽ തല ഉനിച്ചു. ഇത് വെറും കോശങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ അമർത്യതയുടെയും പുനർജീവന്റെയും ഒരു സത്ത് തന്നെയാണ്. ഷിനോബി ലോകത്തിന്റെ ശാപവും രക്ഷയുമായി മാറിയ ആ ഒരു കാര്യം, ഹാഷിറാമ സെൽസ്. ഓക്കെ ഫൈൻ, ഹാഷിറാമ സെൽസ്. അതെ, നമ്മുടെ ഗോഡ് ഓഫ് ഷിനോബി എന്നറിയപ്പെടുന്ന സെഞ്ചു ക്ലാനിന്റെ ഏറ്റവും പവർഫുൾ മെമ്പർ ആയിട്ടുള്ള ഹാഷിറാമയുടെ ആ ഒരു സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് കാനോൺ ബ്രേക്ക് ഡൗൺ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത്. അതിൻ്റെ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി, എന്തൊക്കെയാണ് അതുകൊണ്ട് ചെയ്തത്, ആരൊക്കെയാണ് ഇത് മെയിൻലി യൂസ് ചെയ്തത്, ഇതിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, അതെല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് ഡൈവ് ഇൻ ചെയ്ത് നോക്കാം. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് എലമെന്റ്സ് ഇൻ നാറൂട്ടോ യൂണിവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് ഹാഷിറാമ സെൽസ് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ടുള്ള ഹാഷിറാമ സെഞ്ചുവിൻ്റെ സെൽസിനെയാണ് നമ്മൾ ഹാഷിറാമ സെൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിൻ പറയുകയാണെങ്കിൽ ഹാഷിറാമ സെഞ്ചു എന്ന ലെജൻഡറി, അൺപാരൽ ആൻഡ് അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ഗോഡ് ഓഫ് ഷിനോബിയുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മാസീവ് ചക്രയും യുണീക്ക് എബിലിറ്റി ആയിട്ടുള്ള വുഡൻ റിലീസും ഇതൊക്കെ പോലെയുള്ള കഴിവുകൾ അദ്ദേഹത്തിൻ്റെ സെൽസിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഹീലിംഗ് ആയിട്ടുള്ള, അതായത് മാദ്ര വരെ പറയുന്നുണ്ട് ഒരു ഹാൻഡ് സൈൻസ് പോലും ഇല്ലാതെ ഹാഷിറാമയ്ക്ക് വുമൻസ് ഹീൽ ചെയ്യാൻ പറ്റുമായിരുന്നെന്ന്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഫോഴ്സ് തന്നെയായിരുന്നു ഹാഷിറാമയുടെ എൻറ്റയർ ബോഡി വരെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ബോഡിയുടെ ഓരോ ഫ്രാഗ്മെന്റ്സിനും ഇത്രയേറെ പൊട്ടൻഷ്യൽ എൻറ്റയർ നാറൂട്ടോ യൂണിവേഴ്സിൽ കാണപ്പെടുവാൻ സാധിക്കുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡിയിലെ പല പാർട്ടിക്കിൾസ്, ഫോർ എക്സാമ്പിൾ ഹെയർ ഫോളിക്കിൾസ് ആകാം, അല്ലെങ്കിൽ ഒരു ഫ്ലഷ് ആവാം, ഇങ്ങനെ ബോഡി പാർട്സ്, അദ്ദേഹത്തിന്റെ DNA അല്ലെങ്കിൽ സെൽസ് കിട്ടാവുന്ന തരത്തിലുള്ള ബോഡി പാർട്സ് എടുത്ത് പ്രിസർവ് ചെയ്ത് പഠിച്ച് അത് വെച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന പവേഴ്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഷിനോബി വേൾഡ് ഹാഷിറാമ സെൽസ് സൂക്ഷിച്ചു പോകുന്നത്. അതുകൂടാതെ കുറച്ച് പേരൊക്കെ അല്ലാതെയും എടുത്തിട്ടുണ്ട്, അത് വേറെ കേസ്. സോ മെയിൻലി എന്താണ് ഈ ഹാഷിറാമ സെൽസ് നമുക്ക് ഗ്രാൻഡ് ചെയ്യുന്നത്, എന്താണ് അത് തരുന്നത്? ഒന്നാമത്തെ കാര്യം, ഇമ്മൻസ് ആയിട്ടുള്ള ലൈഫ് ഫോഴ്സ്. അതെ, അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് ആയിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് ഹാഷിറാമ സെൽസ് ഇൻജെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരു തരത്തിൽ നിയർലി ഇമ്മോർട്ടൽ എന്ന് വേണമെങ്കിൽ പറയും, ഇമ്മോർട്ടൽ അല്ല, നിയർലി ഇമ്മോർട്ടൽ. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ആക്സലറേറ്റഡ് ഹീലിംഗ് ആണ് ഈ ഒരു ഹാഷിറാമ സെൽസ് ചെയ്യുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഗ്രാൻഡ് ചെയ്യുന്ന ആദ്യത്തെ പവർ. രണ്ടാമത്തെ മെയിൻ പവർ വുഡ് റിലീസാണ്. അതെ, മോക്കുട്ടൺ. അത് ഒരു യുണീക്ക് എബിലിറ്റി ആണ്, ഹാഷിറാമയ്ക്ക് മാത്രം കോമ്പറ്റബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു യുണീക്ക് എബിലിറ്റി ആയിരുന്നു വുഡ് റിലീസ്. അതിൻ്റെ ആക്സസ് നമുക്ക് ഹാഷിറാമ സെൽസിലൂടെ കിട്ടും. അതും ചുമ്മാ ഹാഷിറാമ സെൽസ് ഉപയോഗിച്ചാൽ കിട്ടുമെന്നല്ല, അത് ഉപയോഗിക്കാൻ അറിയുന്ന ഒരുത്തനും കൂടെ ആയിരിക്കണം അത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ചക്ര റിസർവ് ആണ്. അതെ, നല്ല രീതിയിൽ ചക്ര ബൂസ്റ്റ് ചെയ്യും, അതായത് സ്റ്റാമിന ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ നേച്ചർ എനർജി കൺട്രോളൊക്കെ എൻഹാൻസ് ആവുകയും ചെയ്യും. പിന്നെ സീരീസിലുടനീളം നമ്മൾ കണ്ടതാണ് ടെയിൽഡ് ബീസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഹാഷിറാമയ്ക്ക് പറ്റുന്നതുപോലെ തന്നെ ഹാഷിറാമയുടെ സെൽസ് ഉപയോഗിച്ച് അതേ സാധനം, അതായത് ഏതൊരു ബിജു അല്ലെങ്കിൽ ഏതൊരു ടെയിൽഡ് ബീസ്റ്റിനെയും നല്ല രീതിയിൽ ഹാഷിറാമയുടെ സെൽസ് വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്ത് സർപ്രസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാതെ പറയുന്ന നാറൂട്ടോയിലെ കുറേ കഥകളുണ്ട്. അതായത് ജസ്റ്റ് കാണിക്കല്ല, പക്ഷേ ഇങ്ങനെ ഡയലോഗ് രീതിയിൽ പറയും. മോസ്റ്റ് ഓഫ് ദി ഷിനോബീസ് ഹാഷിറാമയുടെ സെൽസ് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ബോഡിക്ക് അത് വിക്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ, അതായത് ഒന്നെങ്കിൽ ഓവറായി പോയി കാണും അല്ലെങ്കിൽ തീരെ കുറഞ്ഞു പോയി കാണും, അങ്ങനെ അവർ മരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഹാഷിറാമ സെൽസിന്റെ ആ ഒരു കാനോൺ യൂസേഴ്സ് ആരൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആൾ ദ നൺ അതർ ദാൻ ദ ലെജൻഡറി സാനിനായിട്ടുള്ള ഒറോച്ചിമാറു. കണ്ടക്റ്റഡ് കൗണ്ട്ലെസ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയാം. ഹാഷിറാമ സെൽസ് വെച്ച് ഇത്ര എക്സ്പെരിമെന്റ് ചെയ്ത വേറൊരു മനുഷ്യനില്ലായിരുന്നു. ഒറോച്ചിമാറു ആണ് ഇതിൻ്റെ അകത്തെ മെയിൻ കാനോൺ യൂസർ. ഇത് എക്സ്പെരിമെന്റൽ രീതിയിലാണ് കേട്ടോ പറയുന്നത്. ഒറോച്ചിമാറു തന്നെയാണ് വുഡ് റിലീസ് ആയിട്ടുള്ള ക്ലോൺസിനെയൊക്കെ ഉണ്ടാക്കുകയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ ആൾക്കാരെ ഈ ഒരു സെൽസ് വെച്ച് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത്.
ഇദ്ദേഹം തന്നെയാണ് ഹാഷിറാമയുടെ ഓരോ യുണീക്ക് പവേഴ്സും ഓരോ ആൾക്കാരിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. രണ്ടാമത്തെ ആൾ ഡാൻസോ. അതെ, ഡാൻസോ തൻ്റെ കയ്യിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഷെരിങ്കൻ ഐസ് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഡാൻസോയുടെ കയ്യിലേക്ക് ഇംപ്ലാന്റ് ചെയ്തത് ഹാഷിറാമ സെൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വീക്ക് വേർഷൻ ആയിട്ടുള്ള ഒരു വുഡ് റിലീസും കൂടെ കിട്ടി. മാസ്റ്റർ ആയിട്ടില്ല, ബട്ട് ഒരു വീക്ക് വേർഷൻ ആയിട്ടുള്ള ഒരു വുഡ് റിലീസും ഡാൻസോയ്ക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഡ്യൂറബിലിറ്റി നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആള് നമ്മുടെ ടെൻസോ ആണ്, അല്ലെങ്കിൽ യമാട്ടോ. അറിയാലോ. എന്നാൽ ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഇംപ്ലാന്റ് ചെയ്തത് നമ്മുടെ നൺ അതർ ദാൻ ഒറോച്ചിമാറു തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചൈൽഡ് ടെസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ യാമാട്ടോ. യാമാട്ടോയുടെ ദേഹത്തേക്ക് ഹാഷിറാമയുടെ DNA ഇംപ്ലാന്റ് ചെയ്തിട്ടാണ് യാമാട്ടോയ്ക്ക് ആ ഒരു വുഡൻ റിലീസ് കിട്ടിയത്. ഒറോച്ചിമാറു തന്നെ ഇവനെ പറയുന്നത് റെയർ കേസ് എന്നാണ്. പിന്നീട് അങ്ങോട്ട് നറൂട്ടോയുടെ എറ ആയപ്പോഴേക്ക് 9 ചക്രനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏക ഒരാളായിട്ട് മാറുന്നതും ഈ യമാട്ടോ തന്നെയാണ് വുഡ് റിലീസിലൂടെ. നാലാമത്തെ ആള്, യെസ്, ദ ലെജൻഡറി ആയിട്ടുള്ള ഒബീറ്റോ ഉച്ചിഹ. ഒബീറ്റോ ആ ഒരു പാറക്കടിയിൽ നിന്ന് പോയി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ പകുതി ബോഡിയും റീബിൽഡ് ചെയ്യുവാൻ മാത്രം യൂസ് ചെയ്തത് ഹാഷിറാമ സെൽസ് വെച്ചുകൊണ്ട് തന്നെയാണ്. ഇദ്ദേഹത്തിന് മാസീവായിട്ടുള്ള റീജനറേഷൻ കപ്പാസിറ്റിയും വുഡ് റിലീസ് എബിലിറ്റീസും ഇതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഈ ഒരു എൻഹാൻസ്മെൻ്റ് ആയിട്ടുള്ള സെൽസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു റെനഗൻ്റെ പവറും പിന്നെ 10 ടൈൽസിൻ്റെ ജിഞ്ചുറുക്കി ആകുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പവറും ലഭിച്ചത്. ഇതില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒബീറ്റോയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അഞ്ചാമത്തെ ആൾ നമ്മുടെ മാദ്രയാണ്. യെസ്, ഹാഷിറാമയുടെ വൻ റൈവല്. മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് പ്ലാൻ ബി ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. മാദ്ര മരിക്കുന്നതിന് മുമ്പാണ് ഹാഷിറാമയുടെ സെൽസ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്തത്. ഹാഷിറാമയുടെ സെൽസ് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് റെനഗൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത്. നമുക്കറിയാം, ഇന്ദ്രയുടെയും അസുരയുടെയും ചക്ര വേണം. ഓൾറെഡി മദാര നമ്മുടെ ഉച്ചിഹ ക്ലാനിലായതുകൊണ്ട് തന്നെ ഇന്ദ്രയുടെ ചക്രയുണ്ട്. പിന്നെ അസുര ക്ലാനിൽ വന്ന സെഞ്ചുവിൻ്റെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഹാഷിറാമയുടെ കൂടെ സെൽസ് കിട്ടിയപ്പോൾ പൂർണ്ണമായി. എന്നാൽ ഡെക്കേഡ്സ് ലേറ്റർ ആയിട്ടാണ് റെനഗൻ ആക്ടിവേറ്റ് ആയെങ്കിലും ഇദ്ദേഹത്തിന് ഹാഷിറാമ സെൽസിലായിരുന്നെങ്കിൽ അതൊരിക്കലും സാധിക്കുമായിരുന്നില്ല. ഇതേ കാരണത്താൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ, അല്ലെങ്കിൽ മാദ്രയുടെ ലൈഫ് സ്പാൻ അത്രയും അൺനാച്ചുറൽ ആയിട്ടിരുന്നത്. അത്രയും ഓൾഡ് ആയിട്ട് വരെ ഇരുന്നു. അതുപോലെ തന്നെ വുഡൻ റിലീസിൻ്റെ ആ ഒരു കപ്പാസിറ്റിയും അദ്ദേഹത്തിന് കിട്ടി. എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒബീറ്റോയും മാദ്രയ്ക്കുമാണ് ഹാഷിറാമയുടെ സെൽസ് ഏറ്റവും കൂടുതലെന്ന് പറയാം, നമ്മുടെ സുനാഡേനേക്കാളും. പിന്നെ നമ്മുടെ വൈറ്റ് സെറ്റ്സുമാണ്. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. എന്നിരുന്നാലും ഹാഷിറാമയുടെ സെൽസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എൻഹാൻസ് ചെയ്യപ്പെട്ടത്. അതായത് വേറൊരു ഷിനോബിനെ മിമിക് ചെയ്യുവാനും വുഡ് റിലീസ് ആയിട്ടുള്ള എബിലിറ്റിയും റീജനറേറ്റീവ് പവേഴ്സും ഒക്കെ കിട്ടിയത് വൈറ്റ് സെറ്റ്സുവിന് ഈ ഹാഷിറാമ സെൽസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഏഴാമത്തെ ആൾ കബൂട്ടോയാണ്. യെസ്, ഒറോച്ചിമാരുടെ വലങ്കയായിരുന്ന കബൂട്ടോ. 4th ഷിനോബി വാറിൽ അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹം ഹാഷിറാമ സെൽസ് വെച്ച് മോഡിഫൈ ചെയ്യുകയുണ്ടായി. ഈ ഒരു ബൂസ്റ്റഡ് ആയപ്പെട്ട ബോഡി അല്ല എൻഹാൻസ്മെൻറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം എഡോടെൻസൈ പോലെയുള്ള കുറേ സമ്മണിങ് ടെക്നിക്സും നിജിറ്റ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഷിനോബി അലയൻസ് എക്സ്പെരിമെൻറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഹാഷിറാമ സെൽസ് വെച്ചിട്ട്. അതായത് ഹാഷിറാമയുടെ ബോഡി അത് കഴിഞ്ഞ് കുറേ പേര് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വാറിൻ്റെ ടൈമിൽ കുറേ പേരെ ഹീൽ ചെയ്യാൻ വേണ്ടി ഹാഷിറാമ സെൽസിൻ്റെ ഓരോരോ ഭാഗങ്ങൾ എടുത്തിട്ടുള്ളതായിട്ട് നാറൂട്ടോ യൂണിവേഴ്സിൽ പറയുന്നുണ്ട്. ഒബീറ്റോയുടെ ആം റിപ്ലേസ്മെൻറ്റ് ഇതിനൊരു ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. എന്തുകൊണ്ട് ഹാഷിറാമ സെൽസിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻ്റയർ നാറൂട്ടോ വേൾഡിൽ ഏറ്റവും ഡിസൈഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു തരത്തിലുള്ള ഒരു പവർ തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു ഹാഷിറാമയുടെ സെൽസ്. ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഹ്യൂമണും ഗോഡ് ലൈക്ക് പവേഴ്സിൻ്റെയും ഒരു മിക്സ് ആയിരുന്നു ഹാഷിറാമ സെൽസിലൂടെ നമുക്ക് ലഭിക്കുക. മാദ്ര അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ്. റിനഗൻ പൊസസ് ചെയ്ത മാദ്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാദ്രയുടെ റിനഗൻ അവേക്കണിങ്, ഒബീറ്റോയുടെ സർവൈവൽ ആൻഡ് എവല്യൂഷൻ, ഒറോച്ചിമാരുവിൻ്റെ എക്സ്പീരിമെൻറ്റ്സ്, കൊണോഹയുടെ വുഡ് റിലീസ്, പിന്നെ ആർട്ടിഫിഷ്യൽ സെറ്റ്സ് ആർമീസിനെയൊക്കെ ഉണ്ടാക്കിയ ഇത്രയും കാനോൺ ഇവൻറ്റ്സ് ഒക്കെ കാരണമായത് ഈ ഒരു ഒറ്റ കോർ റീസൺ കൊണ്ടാണ് ഹാഷിറാമ സെൽസ്. സോ ഫൈനലി ഒരു സമ്മർ രൂപേണ ഹാഷിറാമ സെൽസിനെ വിളിക്കുകയാണെങ്കിൽ ബയോളജിക്കൽ ഗോൾഡ് മൈൻ ഓഫ് പവർ എന്ന് വേണമെങ്കിൽ പറയാം. റീജനറേഷൻ, ചക്ര ബൂസ്റ്റ്, വുഡ് റിലീസ്, പൊട്ടൻഷ്യൽ അവേക്കൺ ഓഫ് റിനഗൻ, ഇതെല്ലാം നമ്മളെ സാധ്യമാക്കി തരുന്ന ഒരു 1.5 പവർ. ഇത്രയൊക്കെയാണ് ബേസിക്കലി നാറൂട്ടോ വേൾഡിലെ ഹാഷിറാമ സെൽസ് കൊണ്ട് നടന്ന കാര്യങ്ങൾ. ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം.